അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് വലയിടാൻ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വലയിട്ടപ്പം തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടർ അടയ്ക്കുമെന്ന് കരുതിയാണ് വലയിട്ട്. അന്ന് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മുടെ വലയിൽ ശരിക്ക് ചവറ് കയറി നല്ല പണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് ഇപ്പം തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. ഏറ്റവും ഇറക്കമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ വലയിൽ ചവറ് കയറാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ നങ്ക് കിട്ടും. നങ്ക് കിട്ടുമ്പോൾ നങ്ക് പിടിക്കാൻ വേണ്ടി അത് കാറ്റുള്ളപ്പോൾ പേറ്റണമെന്ന് പറയും. അതായത് ഇപ്പം നങ്ക് കിട്ടുന്ന അവസരമാണ്. ഇപ്പം നമ്മൾ വലയിടാൻ പോവാണ്. മിക്കവാറും നാളെ ധാരാളമായി നങ്ക് കിട്ടും. അന്ന് നമുക്കൊരു 8 നങ്കാണ് കിട്ടി. കറിക്ക് മാത്രമാണ് നങ്ക് കിട്ടിയത്. നാളെ വാണിജ്യാടിസ്ഥാനത്തിൽ നങ്ക് കിട്ടുമെന്നാണ് കരുതുന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പോയി വലയിടട്ടെ കേട്ടോ. സൂര്യാസ്തമയം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ ഭംഗിയല്ലേ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് നാളെ രാവിലെ കാണാം എന്ത് കിട്ടുമെന്നുള്ളത്. പോയിടട്ടെ. ഇല്ല സൂര്യൻ ഇപ്പം അങ്ങ് മറയും. പിന്നെ ഇരുട്ടത്ത് വലയിടേണ്ടി വരും. ഇത് കണ്ടോ, അവിടെ ഒരു ചെറിയ മലയൊക്കെ കാണാം. അതിൻ്റെ മറയത്തുനിന്ന് സൂര്യൻ ഇപ്പോൾ ഉയർന്നു വരുമായിരിക്കും. അത് തന്നെയല്ല, പാടത്ത് നടിച്ചിൽ നടക്കുവാണ്. ഇവിടെ നടിച്ചിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അധികം ഞാറില്ലാത്ത സ്ഥലത്ത് ഞാറുള്ള കൂടുതലുള്ള സ്ഥലത്തുനിന്ന് പറിച്ച് നടുന്നതിനാണ്. അപ്പോൾ അവർ അതിരാവിലെ തന്നെ പാടത്തിറങ്ങുന്നുണ്ട്. എന്താ ഭംഗിയല്ലേ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വല വലിക്കാൻ പോവാണ്. ഈ കോട ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന കാരണം ആ റൗണ്ട് ഷേപ്പ് ഒന്നും കാണാൻ പറ്റത്തില്ല. പൊങ്ങി വരുന്നല്ലേ സൂര്യൻ. അതെ, വെള്ളമായിരുന്നു. വലിയ നങ്കാണ്. അത് ഈ വലയുടെ സൈസ് ആയതുകൊണ്ടാണ് ഇതേ കിട്ടുള്ളൂ ഇതിൽ. ചാകത്തില്ല. അവിടെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടല്ലോ അവിടെ കിടന്നു. ആവശ്യം പോലെ എടുത്ത് കറി വെക്കാം, ആവശ്യക്കാർക്ക് കൊടുക്കാം. അങ്ങനെ കറവാണ് ഓരോ മറ്റും കയറി.
വലിപ്പോ വലിപ്പോ കടക്ക് വെറുതെ ഇതുണ്ട് കയറി എണ്ണാൻ പോണത് അല്ലേ ചെറുത് 60 സൈസ് കിടക്കുന്ന മുള്ളൊന്നും ഇല്ലാത്തൊരു കുഴപ്പമില്ലല്ലോ. മുള്ളുണ്ടോ പക്ഷെ വിശക്കാനും രണ്ടെണ്ണം വരും. ഇത് തെരടിയുടെ ഒക്കെ വലിപ്പം പോയത് അടിപൊളിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വലയിട്ട് 2.5 കിലോയുടെ തിരണ്ടി കിട്ടിയായിരുന്നു. നമ്മുടെ അവിടുന്ന് കരക്കോട്ട് കയറി തിരിച്ചാട്ടുണ്ട്. ചാവ അതൊക്കെ കൂടുതലുണ്ടല്ലോ. അതൊക്കെ കൂടുതലുണ്ടല്ലോ. എന്നത്തേക്കാലോ മനസ്സിലായില്ല. ബിരിയാണി അങ്ങിൻ്റെ അല്ലേ ഇട്ടേ? വലയോ? ഇല്ല, 65-70 പ്രോപ്പർ സൈസ് എന്നാണ് പ്രൊഫഷണൽ മീൻപിടുത്തക്കാർ പറയുന്നത്. ഇത് പിടിക്കുന്നത് ഇതിപ്പോൾ 80 അല്ലേ, 80-ൻ്റെ സൈസ് മീൻ കിട്ടും. പിന്നെ ഇത് തന്നെ 60-ലും കിട്ടും. കാരണം ഇതിൻ്റെ വായുടെ ഭാഗത്ത് ചെറിയ ഉടക്കുണ്ട്. ഇത് കണ്ടത് ഇവിടെ ഉടക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇതേണ്ടത് ഉടക്ക് ഇവിടെ ഉണ്ടോ?
വലയിൽ ഉടക്കിയാൽ മാത്രമേ ഇനി ഇത്രയേ ഈ പുഴയിൽ എന്തുമാത്രം ഉണ്ടാവും. അതെ, ഞാനതാ ചിന്തിച്ച് ഇത് മൊത്തം ഇട്ടിരുന്നെങ്കിലും. വാള 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 അത് വിചാരിച്ചെടുത്തു. അത് പിന്നെ അത് വലക്കാതെ കയറുന്നല്ലോ. കയറത്തില്ല. ഉടക്കി കിടക്കുവല്ലേ. ചാറ പോടാ. ഭയങ്കര ബലോടെ. ഇയാളുടെ അറിയത്തില്ലല്ലോ ചത്തു കഴിഞ്ഞാല്. ഊന്നത് അത് വെറുതെ കിടക്കും. ചത്തുവല്ലേ. വെള്ള ചെളിക്കരിയിൽ പോയാൽ ചിലപ്പോൾ കാരണം അത് മറ്റല്ലേ ഇത് ഏതാ ഇത് ചത്തുവല്ലോ. അറിയാൻ പറ്റത്തില്ല. അനാടത് ചത്തില്ലേ? ഇല്ല ഇല്ല ഇല്ല. വലയിരിയുടെ ഇഷ്ടം പോലെ കിട്ടിയല്ലേ. വല ഇരി ഉണ്ടായിരുന്നത് ഇഷ്ടം പോലെ കിട്ടിയല്ലേ. ഇപ്പൊ തീരത്തില്ലേ? ആ ഗട്ടിക്ക് അപ്പുറത്തെങ്ങോട്ട് പോകണം. പൊങ്ങ കാണുന്നില്ല. ആ എല്ലാം എഞ്ചിൻ പിടിച്ചിട്ട് പൊങ്ങ കുറിച്ച് പോയി. എവിടെ അല്ലേ? ആ വെറുതെ കിടക്കുമോ? ഉണ്ട് കുറഞ്ഞിട്ടാ ചിലപ്പോൾ പോകും. വെള്ളത്തിടിച്ചു. ഇല കിടക്കുന്നത്
കിട്ടിയാൽ ഏറ്റവും വലിയ നല്ലത്. ഇതറിയാൻ തോന്നുന്നു. എനിക്കിവിടെ പിടിച്ചോണ്ടോ പൊങ്കല്ലേ പിടിച്ചോളൂ, വല പിടിച്ചില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വലയെല്ലാം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അനുഭവമല്ല ഇന്ന്. ഇന്ന് വ്യത്യസ്തമായൊരു അനുഭവമാണ്. കഴിഞ്ഞ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുണ്ടായിരുന്നതുകൊണ്ട് മീനും കിട്ടിയില്ല. ചവർ ഫുള്ള് പിടിച്ച് നമുക്ക് മുട്ടം പണിയും കിട്ടിയായിരുന്നു. അതൊരു 2-2.5 മണിക്കൂർ എടുത്തിട്ടാണ് തെളിക്കാൻ പറ്റിയത്. പക്ഷേ ഇന്നത്തെ അനുഭവം അങ്ങനെയല്ല. നമ്മൾ ഉദ്ദേശിച്ച മീൻ നമ്മളിന്ന് കൂടുതൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ പിടിച്ചെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വാള, 2 തൂളി, പിന്നുള്ളത് മൊത്തം നങ്കാണ്. ഇത് ഈള ഇറങ്ങിയിട്ട് ചാകുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ജീവനുള്ളത് ഫുള്ള് നമ്മൾ വെള്ളത്തിലിടും, കറക്കി കൊടുക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കട്ടോ. വേറെ സങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫോഗ് ആയത് കാരണം സൂര്യൻ ഉദിച്ചു വരുന്ന ആ എക്സ്ട്രീം മൊമെൻറ്റ് നമുക്ക് കിട്ടിയില്ല. ആശാൻ്റെ ഫോഗൊക്കെ വിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണുന്നത് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ വേറെ കാര്യം കൂടെ പറയാനുള്ളത്, മീൻ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് വന്നെടുക്കണം, അല്ലാതെ ഡെലിവറി ഇല്ല. കാരണം നമ്മൾ പലതരം തിരക്കിലാണ്, കണ്ടെത്തി പോകണം, മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. വന്നെടുത്താൽ ലഭ്യത പോലെ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.